ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടേതായി ഒരു അംബ്രല്ല പ്ലാന്റ് ബെസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്, കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോതായി ഒരു സുന്ദര ചെടിയുടെ പരിപാലനവും പോട്ടി മിക്സും നടീൽ രീതിയും പ്രൊപ്പഗേഷൻ മെത്തേഡും ഒക്കെ എന്താണെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിക്ക് അംബ്രല്ല പ്ലാന്റ് എന്നുള്ള പേര് വരാൻ തന്നെ റീസൺ നമ്മൾ ഇതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ആണ്. ഒരു കുട പോലെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത്, കണ്ടോ. അപ്പോൾ നമ്മുടെ അംബ്രല്ല പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണിത്, ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. വൈറ്റ് കളറും അതുപോലെ ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണിത്, കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനവും നടീൽ രീതിയൊക്കെ വളരെ എളുപ്പമാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. മെയിനായിട്ടും ഈ ഒരു ചെടി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇതുപോലെ വരുന്ന സ്റ്റെമ്മുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡോർ ആയിട്ടൊക്കെ നമ്മൾ നല്ല വൈറ്റ് പോട്ടിലൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെറിയ രീതിക്കൊരു കറ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളം എന്താണെന്ന് നോക്കാം. പൊതുവേ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാണക സ്ലറി നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മൾ ചാണക സ്ലറി മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഏതൊരു തരത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പും നമ്മുടെ മണ്ണ് ടൈറ്റ് ആവാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ചുവട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മൾ നടുന്ന പോട്ടിൽ അത്യാവശ്യം ഇതുപോലെ കവറായിട്ടാണ് നമ്മുടെ ഈ ഒരു ചെടി വളർന്നു വരുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അംബ്രല്ല പ്ലാന്റൊക്കെ മെയിനായിട്ട് നമ്മളെ ലീഫിൻ്റെ അട്രാക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഗാർഡനിൽ നടുന്നത്. ഇതിൽ ഫ്ലവറിങ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ടില്ല. അപ്പോൾ 7, 8 എന്നുള്ള നമ്പറിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫുകൾ കണ്ടോ ഒരു ഇതിൽ തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് അധികം അങ്ങ് വാടിപ്പോകുന്ന തരത്തിലുള്ള പ്ലാന്റ് അല്ല. അപ്പോൾ നമുക്ക് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെയാണ്. അപ്പോൾ പോട്ടി മിക്സിൽ നമ്മൾ മണലും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒന്നും കെട്ടി നിൽക്കാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. പിന്നെ പൊതുവേ നമ്മുടെ കീടശല്യങ്ങളൊന്നും തന്നെ ഈ ഒരു ചെടിയിൽ അങ്ങനെ കണ്ടുവരാറില്ല. അപ്പം വളർത്തിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. വലിയ വിട്ടിലിൻ്റെ ശല്യം ഒന്നും തന്നെ വരാറില്ല. അതുകൊണ്ടാണ് ഇലകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഡാമേജും ഇല്ല ഈ ഒരു പ്ലാന്റിൻ്റെ, കണ്ടോ. അതുപോലെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അധികം വെയിലില്ലാന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ, കണ്ടോ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ നടുമുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്റായിട്ട് നമ്മൾ പോട്ടി മിക്സിലുള്ള ആ ഒരു മണ്ണ്, അതായത് നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള മണ്ണ് നമ്മൾ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ വെള്ളത്തിലേ മറ്റൊന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ ആ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഇളകി മാറുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് മണലും ചാണകപ്പൊടിയും മണ്ണൂടെ ഇട്ട് പോട്ട് ചെയ്ത് നടാവുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നട്ടെടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അംബ്രല്ല പ്ലാന്റൊക്കെ ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു തരത്തിലുള്ള മണ്ണിലും നന്നായിട്ട് വളർന്നു വരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഒരുപാട് കാലം നമ്മുടെ ഗാർഡനിൽ നിൽക്കും എന്നുള്ളത് നമ്മുടെ ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ല ഇത്. പിന്നെ നേരത്തെ പറഞ്ഞു നമ്മുടെ അംബ്രല്ല പ്ലാന്റിൻ്റെ മെയിനായിട്ട് നമ്മളിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കട്ടിങ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ലീഫ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലീഫ് ഈ ഒരു പോർഷൻ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഡിപ്പ് ചെയ്ത് വാട്ടറിലോ മറ്റോ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഡയറക്റ്റ് മണ്ണിലേക്ക് നടുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ അംബ്രല്ല പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡോർഫ് സൈസൊക്കെ വരുന്നുണ്ട്. അധികം സൈസിൽ വരാത്ത പ്ലാന്റ്സ് മിനിയേച്ചറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് നമ്മുടെ ഈ ഒരു അംബ്രല്ല പ്ലാന്റ് തന്നെ ഇപ്പോൾ നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ അംബ്രല്ല പ്ലാന്റ്സ് പോലുള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രമിക്കുക. നല്ല പ്ലാന്റ് ആണ്. കൂടുതൽ ലീഫി പ്ലാന്റ്സ് ഒക്കെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു അംബ്രല്ല എന്ന് പറയുന്നത്. അപ്പോൾ അംബ്രല്ല പ്ലാന്റ് എന്ന് മാത്രമല്ല ഷെഫ്ലറ പ്ലാന്റ് എന്ന് ഈ ഒരു ചെടിക്ക് പേരുണ്ട്. ഇതുപോലെ പല പേരുകളിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ചെടി കാണാനായിട്ട്.
അപ്പോൾ സൺലൈറ്റ് കിട്ടുമെന്ന് അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ഡയറക്റ്റ് മണിക്കൂറോളം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ്, വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ലീഫിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് പോലെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് സമയം കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ലീഫാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ വെരിഗേറ്റഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഈ ഒരു വൈറ്റ് കളർ ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ട്, ഗ്രീനും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നൊരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഷെഫ്ലോറ അല്ലെങ്കിൽ അംബ്രല്ല പ്ലാന്റിൻ്റെ പരിപാലനത്തെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.